വിജയദശമി അല്ല. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ബുക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ലച്ചു ഇതാ മുടിയൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിതാ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് കുത്തനെ അടിയിലേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴേക്ക് ചെറിയമ്മ തിരിച്ചു വരുന്നത്. അപ്പോൾ ചെറിയമ്മ കുറച്ച് ക്ഷീണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ക്ഷീണം കാണിക്ക് തുടങ്ങിയില്ലല്ലോ. ആദ്യം ഇതൊരു ഭജനമഠമായിരുന്നു. ഇപ്പോൾ 10 വർഷമായിട്ടുള്ളത് ഒരു ക്ഷേത്രമാക്കി മാറ്റിയിട്ട് ഇപ്പോൾ ഇത് അയ്യപ്പ ക്ഷേത്രമായിട്ടാണുള്ളത്. എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അല്ലാത്ത ദിവസം ഇവിടെ വിളക്ക് കത്തിച്ച് പോരലാണ്. ഇന്ന് ഏകദേശം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഹരിശ്രീ കുറിക്കാനും ബുക്ക് പൂജയ്ക്ക് വെച്ചത് എടുക്കാനൊക്കെ ആയി. മാമൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നു പോരാനുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിനോട് ചാരി ഒരു ചെറിയ കുളം ഉണ്ട് കേട്ടോ. അതിൽ ഉറവെടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഇറ്റിറ്റി പോകുന്നത് കാണാം. ഈ കുളത്തിൽ കാല് കഴുകിയിട്ടാണ് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവാറ്. അങ്ങനെ സരസ്വതി പൂജയൊക്കെ കഴിഞ്ഞ് ഹരിശ്രീ കുറിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഹരിശ്രീ കുറിച്ചപ്പോൾ കരഞ്ഞ കുട്ടികളും ചിരിച്ച കുട്ടികളും അങ്ങനെ പല കുട്ടികളായിട്ട് ഇവിടെ കാണാം. അത് കഴിഞ്ഞ് പൂജയ്ക്ക് വെച്ച ബുക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് എടുത്തു തന്നു. പിന്നെ പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ. ഇറങ്ങി വന്ന പോലല്ല ഗൈസ്, ഇനി ഗേറ്റ് മുഴുവൻ കയറണം. ഇപ്പം ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് മാമൻ്റെ വീടിൻ്റെ മുന്നിലാണുള്ളത്. ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോവും. അപ്പോൾ കുറച്ച് റീലെടുത്തൊക്കെയാണെന്ന് വിചാരിച്ചു. അല്ല, ഇന്നത്തെ റീലിൽ മാമ ഞങ്ങളെ കൂടെ കൂടിയതാണ്. ഇതിപ്പോൾ മാമൻ്റെ വീടിൻ്റെ മുന്നിലാണുള്ളത്. മാമൻ്റെ വീട് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് നല്ല രസമുണ്ട് സ്ഥലമൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഈ സ്ഥലമൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് റീലെടുക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അല്ലും ഇതും കൂടി കളിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല സ്ഥലമുണ്ട്, അതുകൊണ്ട് ഒരു ഇവിടെ കളിക്കുകയാണ്. ഞങ്ങൾ റീലെടുക്കുന്നതിൻ്റെ ഇടയിൽ മാമ വാങ്ങി തന്നതാണിത്. ഇങ്ങനെ വെയിലത്ത് റീലെടുത്ത് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ തണുപ്പ് കിട്ടിയപ്പോൾ എല്ലാവരും ഒന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, മാമൻ കുട്ടികളെയും കൊണ്ട് ബൈക്കിൽ ചുറ്റി കറങ്ങിയിരുന്നേ. അതിന് പിന്നാലെയാണ് കാശി ഓടുന്നത്. ബൈക്കിൽ കയറാൻ അവന് പേടിയാണ്, എന്നാലും ഓരോ പിന്നാലെ ഓടും വേണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷട്ടിൽ കളിക്കായിരുന്നു കേട്ടോ. അതിന് ബാറ്റിന് വേണ്ടിയിട്ട് ചേച്ചി സച്ചിൻ തല്ലുംപിടി കൂടിയാണ്. കളിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലു അവിടെ കിടന്നപ്പോൾ കാശിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് അല്ലുവിനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പൊ ഇത്രയുള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ.